പച്ച കള്ളമാണ് അദ്ദേഹം ആ പോസ്റ്റിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങളെല്ലാം. 77-ലെ തെരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് പറയുന്നത്. 77-ലെ രാഷ്ട്രീയ സാഹചര്യം എന്താണ്, അന്നത്തെ സഖ്യം എങ്ങനെയായിരുന്നു, ധാരണ എങ്ങനെയായിരുന്നു, ചരിത്രബോധത്തിൻ്റെ കണികയുള്ള ഏതൊരാൾക്കും അറിയാം. 75-ൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നു. ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ജനാധിപത്യ അവകാശങ്ങളെല്ലാം തുറങ്കിലടക്കപ്പെടുന്നു. 3 ലക്ഷം ആളുകളന്ന് ഇന്ത്യയിൽ ജയിലിലടക്കപ്പെട്ടു എന്നാണ് കണക്ക്. നിരവധി ആളുകൾ കൊല്ലപ്പെട്ടു. ഒരുപാട് വിശദാംശങ്ങളുണ്ട്. ഇന്നത്തെ ഒരു വാർത്താ സമ്മേളനത്തിൽ ഇപ്പോൾ നമുക്ക് അതിൻ്റെ എല്ലാ വിശദാംശങ്ങളിലേക്കും പോകണ്ട. അത്തരമൊരു ഘട്ടത്തിൽ ഈ രാജ്യമെമ്പാടുമുള്ള മനുഷ്യാവകാശ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരുമെല്ലാം തുറങ്കിലടക്കപ്പെട്ട ബുൾഡോസർ രാജിൻ്റെ ഒരു കാലത്ത്, ഇന്ത്യയിലെ ജയിലുകൾ മനുഷ്യരെ കൊണ്ട് നിറഞ്ഞു കവിഞ്ഞ ഒരു കാലത്ത്, അവസാനം അടിയന്തരാവസ്ഥ പിൻവലിച്ച ഘട്ടമായപ്പോൾ ജയപ്രകാശ് നാരായണൻ്റെയും മറ്റും ആഹ്വാനപ്രകാരം പ്രതിപക്ഷമെല്ലാം ഒരുമിക്കണം എന്ന ആഹ്വാനം ഉണ്ടായി. ആ ആഹ്വാനത്തിൻ്റെ ചുവട് പിടിച്ച് അന്ന് ഇന്ത്യയിലെ പ്രധാന പ്രതിപക്ഷ പാർട്ടികൾ എല്ലാം പിരിച്ചുവിട്ട് ജനതാ പാർട്ടി രൂപീകരിച്ചു. ഏതൊക്കെ പാർട്ടി? ഭാരതീയ ലോക്ദൾ, സ്വതന്ത്ര പാർട്ടി, സോഷ്യലിസ്റ്റ് പാർട്ടി, സംഘടനാ കോൺഗ്രസ്, ഇതൊക്കെ അന്ന് പിരിച്ചുവിട്ടു. എന്നിട്ട് രൂപീകരിച്ചതാണ് ജനതാ പാർട്ടി. ആ ജനതാ പാർട്ടിയിൽ ജനസംഘവും പിരിച്ചുവിട്ട് അതിൽ ചേർന്നു. അതാണ് വസ്തുത. ജനസംഘം ഉൾപ്പെടെയുള്ള, സ്വതന്ത്ര പാർട്ടി ഉൾപ്പെടെയുള്ള, സോഷ്യലിസ്റ്റ് പാർട്ടി ഉൾപ്പെടെയുള്ള സംഘടനാ കോൺഗ്രസും ഭാരതീയ ലോക്ദളുമെല്ലാം പ്രവർത്തനം അവസാനിപ്പിച്ച് പുതിയ ഒരു പാർട്ടി രൂപീകരിച്ചു. ആ പാർട്ടിയാണ് ജനതാ പാർട്ടി. ഭാരതീയ ലോക്ദളിൻ്റെ ചിഹ്നമാണ് കലപ്പയന്തിയ കർഷകനാണെന്ന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉപയോഗിച്ചത്. എന്നാൽ CPIM ആ പാർട്ടിയിൽ ചേരാനോ പിരിച്ചുവിടാനോ പോയില്ല. പക്ഷേ ജനതാ പാർട്ടിയുമായി സഹകരിച്ചു. അതൊരു യാഥാർത്ഥ്യമാണ്. അന്ന് ജനസംഘമില്ല, ജനതാ പാർട്ടിയുമായി സഹകരിച്ചിട്ടുണ്ട് ആ തെരഞ്ഞെടുപ്പിൽ. അത് 77-ലെ തെരഞ്ഞെടുപ്പാണ്. എന്നാൽ 77-ൽ ജനതാ പാർട്ടി എന്ന് പറയുന്നത് മതനിരപേക്ഷ സ്വഭാവത്തോടുകൂടി നിലനിന്നൊരു പാർട്ടിയാണ്. അധികം കഴിയുന്നതിന് മുൻപ് അതിലുള്ള ചില ആളുകൾ RSSുമായി ബന്ധം പുലർത്തുന്നു, അല്ലെങ്കിൽ RSSുകാരാണ് എന്ന നിലയിലുള്ള ചർച്ചകൾ ഉയർന്നു വന്നു. അതൊരു വസ്തുതയാണ്. 79-ൽ കേരളത്തിൽ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. 4 മണ്ഡലം: കാസർഗോഡ്, തലശ്ശേരി, തിരുവല്ല, പാറശാല. ആ ഘട്ടത്തിലാണ് ഈ ചർച്ച സജീവമാകുന്നത്. അന്നാണ് EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനം വരുന്നത്: ഞങ്ങൾക്ക് RSS വോട്ട് വേണ്ട എന്നാണോ അത്തരമൊരു ചർച്ച ഉയർന്നത് അന്ന്. അപ്പോഴേക്ക് അടിയന്തരാവസ്ഥ കാലത്ത് രൂപീകരിക്കപ്പെട്ടത് പ്രതിപക്ഷ കക്ഷികളുടെ കൂട്ടായ്മയാണ്. അതിൽ RSSും ഇല്ല, അതിൽ BJP പിന്നെ പിൽക്കാലത്താണല്ലോ വരും. BJPയും ഇല്ല, ജനസംഘവും ഇല്ല, ജനതാ പാർട്ടി മാത്രമാണ്. ജനതാ പാർട്ടിയോട് ഞങ്ങൾ സഹകരിച്ചിട്ടുണ്ട്. RSS വോട്ട് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന EMSന്റെ ചരിത്രപ്രസിദ്ധമായ പ്രഖ്യാപനത്തിന് ശേഷം RSSുമായി കടുത്ത ശത്രുത നിലനിന്ന ഘട്ടത്തിൽ ഈ 4 ഉപതെരഞ്ഞെടുപ്പിലും ഞങ്ങൾ ജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്, വിജയിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ 77-ൽ പിണറായി എന്നൊക്കെ പറഞ്ഞു. പിണറായി ആദ്യമായിട്ട് 77-ലാണോ MLA ആവുന്നത്? ആരോടാണ് ഇതൊക്കെ പറയുന്നത്? പിണറായി ആദ്യമായി നിയമസഭയിലേക്ക് അംഗമാകുന്ന 77-ലാണോ? 7 കൊല്ലം മുമ്പ് 70-ലാണ്. ആരോടൊക്കെ മത്സരിച്ച്? ഈ കോൺഗ്രസിനോടും ജനസംഘത്തോടും മത്സരിച്ച് അവരെ തോൽപ്പിച്ചിട്ടാണ് നിയമസഭയിലേക്ക് വരുന്നത്. ആ കാലത്തുടനീളം കണ്ണൂരിലും പരിസര പ്രദേശങ്ങളിലും RSSും CPMഉം തമ്മിൽ കടുത്ത സംഘർഷങ്ങളും വലിയ തോതിൽ വാർത്തയ്ക്കിടയായിട്ടുള്ള സംഭവങ്ങൾ, കുഞ്ഞിരാമന്റെ കൊലപാതകം ഉൾപ്പെടെ നടക്കുന്ന ഒരു ഘട്ടമാണ്. അതാണ് എന്നും മറക്കരുത്.